ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ഇത് കെച്ച് തോള് കെട്ടി കിട്ടും. മറ്റോരോ വലിയ ആനക്കയറുകൊണ്ട് മേലെ പിടിച്ചു വലിക്കും. ഇത്ര സംഭവം, ഇത്ര കാളവണ്ടി കെട്ടിപ്പോവും. വലിയൊരു കുന്നോ മലയോ വന്നാൽ രണ്ട് ചക്രത്തിന്റെ അവിടെ ആളുകൾ തോൾ വെക്കും. എന്താ ചൊല്ലുക? അല്ലാഹ്. മനസ്സിലായില്ലേ? ഒരു അപകടത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ചൊല്ലും. അതിന് ആസാറുൻ അജീബ, അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. വലിയ വലിയ ചരക്ക് ലോറി തോണി കയറ്റും. ആ തോണി ചാലിയാറിലൂടെ അങ്ങനെ കൊണ്ടുപോകും. ഒരു ലോറി കൊള്ളുന്ന അത്ര മരം എന്ത് ചെയ്യും? കെട്ടും. കെട്ടിയിട്ട് നേരെ ചാലിയാറിലിറക്കും. ഒരാളും ഒരു കൈക്കോലും. എന്നിട്ട് അല്ലാഹ് നേരെ കല്ലയിലേക്ക് പോകും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. കണ്ടവരില്ലേ? പറയേ എത്ര ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم توبة فاغفر ذنوبي فإنك غافر الذنب العظيم. എൻ്റെ കുട്ടിക്കാലത്ത് ജുമാ നിസ്കാരം കഴിഞ്ഞ് ദുആ അവസാനിക്കുന്നത് ഈ ബൈത്തിലാണ്. എൻ്റെ കുട്ടിക്കാലത്ത് 3 വട്ടം അല്ലെങ്കിൽ 5 വട്ടം അന്ന് ഈ ബൈത്ത് ചൊല്ലിയിരുന്ന അനവധി പള്ളികളുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ ചെല്ലുന്നത് അനുഭവസ്ഥന്മാരുണ്ടെങ്കിൽ കൈപൊക്കാം. മാഷാ അല്ലാഹ്. 1 2 നിങ്ങളെ പള്ളിയിലുണ്ടോ? മാഷാ അല്ലാഹ്. മഞ്ചേരി പള്ളിയിലുണ്ട്. എവിടെ മോനെ? അമ്പലക്കണ്ടിയിലുണ്ട്. മാഷാ അല്ലാഹ്. കുറഞ്ഞ നാടുകളിലുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ പള്ളിയിലുണ്ട്. ഇത് 3 വട്ടോ 5 വട്ടോ ചെല്ലാതെ ജുമാൻ്റെ അവസാനത്തെ ദുആൻ്റെ അവസാനിക്കപ്പെട്ടാണ് ചെല്ലും. ഇന്ന് എല്ലാവർക്കും ധൃതിയായതുകൊണ്ടായിരിക്കാം അതൊക്കെ അങ്ങനെ വാല് മുറിച്ച് കളഞ്ഞു. ഒക്കെ കളഞ്ഞു. എല്ലാ നന്മയും കളഞ്ഞു. ഇത് 1000കണക്കായ കൊല്ലം ചെല്ലിയ ഒരു ബൈത്താണ്. എന്തിന്? തൗബക്ക്. എൻ്റെ അർത്ഥമടക്കം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതങ്ങനെ ചെല്ലിക്കും. ജുമായുടെ ദുആ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദുആണ്. ജുമാ നിസ്കാരം കഴിഞ്ഞ ഒരു മനുഷ്യൻ അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക എന്ന് 70 വട്ടം പറഞ്ഞാൽ ആ ആഴ്ച ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇത്രയും പ്രധാനമാണ് ജുമാ. ജുമാ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക മുസ്ലിമിലുണ്ടല്ലോ, ഈ ഹദീസ് ഉണ്ടല്ലോ. രാവിലെയും വൈകുന്നേരമൊക്കെ ചെല്ലാൻ അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞ ഒരാൾ അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, എനിക്ക് നീ ഹലാൽ കൊണ്ട് മതിയാക്കി തരണം, ഹലാലിൽ ഞാൻ പ്രവേശിക്കരുത്. വഗ്നിനി, നീ എന്നെ സമ്പന്നനാക്കണം, ഗിന നൽകണം, എനിക്ക് മതിയാക്കി തരണം. ബി ഫദ്ലിക, നിന്റെ ഔദാര്യം കൊണ്ട്. അമ്മൻ സിവാക, നീ അല്ലാത്തവരെ തൊട്ട്. നീ അല്ലാത്തവരിലേക്ക് കൈ നീട്ടേണ്ട ഗതികേട് വരാതെ നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് എനിക്ക് മതിയാക്കി തരണം. വഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹു മക്ഫിനി ചൊല്ലി. അല്ലാഹു മക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക. അറിയാത്തവരുണ്ടെങ്കിൽ ഉസ്താദ്മാരെ കൊണ്ട് എഴുതി വാങ്ങുക. 70 വട്ടം ഒരു മനുഷ്യൻ ചെല്ലിയാൽ, ജുമാക്കേശം ചെല്ലിയാൽ ആഴ്ച ദാരിദ്ര്യം ഉണ്ടാവില്ല. രാവിലെ വൈകുന്നേരം ചെല്ലിയാൽ ദാരിദ്ര്യം എടുത്തു ആദ്യമായി ചൊല്ലിയ. എന്തിനാ പറഞ്ഞ ജുമാന്റെ പ്രാധാന്യം? അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ബൈത്തടിയിൽ ഈ ബൈത്ത് സ്ഥിരമായി അതറിയാത്ത ഒരു മനുഷ്യൻ ആ കാലത്തുണ്ടായി. ഇപ്പോഴും അപൂർവമായ പള്ളികളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. വലിയ വലിയ മഹല്ലുകളിലൊക്കെ ഇതെടുത്തു. പഴയ കാലത്ത് ആളുകൾ ചെയ്തിരുന്ന ഹൃദയത്തിൽ തട്ടിയിരുന്ന ദുആകളും തൗബയും പടച്ചോനിലെ പേടിയും ഒക്കെ പോയി. വിഷയത്തിലേക്ക് വരാം. പള്ളിയിൽ നെറ്റിവെക്കാനും പള്ളിയിൽ അള്ളാഹുവിനെ തേടി ഓടാനും മനുഷ്യൻ തയ്യാറാണ്. പക്ഷെ സ്വന്തം ഹൃദയത്തെ അള്ളാഹുവിനെ ഒരുക്കി കൊടുക്കുന്നതിൽ മനുഷ്യൻ കാണിക്കുന്ന വൈമുഖ്യമാണ് അവനെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നത് എന്നതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രമേയം. അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. മനുഷ്യൻ അവൻ്റെ ഖൽബിൽ അള്ളാഹുവിനെ സ്വീകരിക്കുന്നതിൽ നിന്ന് വിമുഖനാണ്. ഖൽബിൽ അള്ളാഹു ഉണ്ടെങ്കിലോ, ഖൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ നാവിലെ അള്ളാഹു എന്ന വാക്കിന് ഒരു തഅ്സീർ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖൽ ബറൂസബി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിലെ ആയത്തുൽ കുർസിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്ന ഒരു സംഭവം ഞാൻ സാന്ദർഭികമായി നിങ്ങളെ കാണിക്കാം. ആയത്തുൽ കുർസിയുടെ വ്യാഖ്യാനത്തിലെ
ലോകം കണ്ട മുഫസ്സിറുകളിൽ ഒരാളായി ഇസ്മായിൽ ഹഖിൽ ബറൂസബി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അവിടെ അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന് ബഹുമാനപ്പെട്ടവർ പറയുന്ന അത് മനുഷ്യനിൽ കാണിക്കുന്ന ഒരു തസ്സീർ, അല്ലാഹ് ഈ വാക്കിനുള്ള ഒരു സ്വാധീനം എത്രയാണെന്ന് പറഞ്ഞ് വളരെ വിശാലമായ വ്യാഖ്യാനം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അന്നഹു ലമ്മാ മാത സുൽത്താനുൽ അസ്രി, അന്നഹു ലമ്മാ മാത സുൽത്താനുൽ അസ്രി, ഒരിക്കൽ ഒരു ഖലീഫ മരണപ്പെട്ടപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭരണം നടന്നിട്ടുള്ളത്. ആ ഖലീഫ മരണപ്പെട്ടപ്പോൾ അസമ ജമാഅത്തുർ റിജാലി അലാ ഖത്ലിൽ വസീർ, രാജാവ് മരണപ്പെട്ട ആ സൗകര്യത്തിൽ മന്ത്രിയോട് ദേഷ്യമുള്ള ചില ആളുകൾ മന്ത്രിയെ കൊല്ലാൻ തീരുമാനിച്ചു. അസമ ജമാഅത്തു മിന റിജാലി, അല്ലാഹു എന്ന വാക്കിന് പറയേണ്ടവർ പറഞ്ഞാലുള്ള ഒരു സ്വാധീനം എത്ര എന്നതിന് ഒരു ഉദാഹരണം ബഹുമാനപ്പെട്ട ഒരു ചരിത്രം ഉദ്ധരിക്കുക. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവ് മരണപ്പെട്ടപ്പോൾ, കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവ് എന്നാൽ ലോകം മുഴുവനും അനവധി കാലം നിയന്ത്രിച്ചുള്ളത് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചാണ്. രാജാവ് മരണപ്പെട്ടപ്പോൾ മന്ത്രിയെ കൊലപ്പെടുത്താൻ ചില ആളുകൾ തീരുമാനിച്ചു. അങ്ങനെ അവർ മന്ത്രിയെ കൊല്ലാൻ ഇറങ്ങി. ഫജാഅ ബൈത ശൈഖ്, അപ്പോൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ട മുഫ്തിയായ കോൺസ്റ്റാന്റിനോപ്പിളിലെ മുഫ്തിയായ ഷെയ്ഖ് വഫായിന്റെ വീട്ടിലേക്ക് ഇദ്ദേഹം മന്ത്രി വന്നു കയറി അഭയം ചോദിച്ചുകൊണ്ട്, ജനങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി പിന്നാലെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഷെയ്ഖ് വഫായിന്റെ വീട്ടിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിലെ ഷെയ്ഖ് വഫായിന്റെ വീട്ടിലേക്ക് മന്ത്രി വന്നു കയറി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തിനെ അല്ലാഹു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന സ്വാധീനം എത്രത്തോളം കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായി ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖിൽ ബറൂസബി തങ്ങൾ തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്ന സംഭവമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. അങ്ങനെ വന്നും ഷെയ്ഖുൽ കബീറിന്റെ വീട്ടിലേക്ക് വന്ന് കയറി, വഫാന്റെ വീട്ടിലേക്ക് വന്ന് കയറി എനിക്ക് അഭയം തരണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഷെയ്ഖ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. നിങ്ങൾ ഉള്ളിൽ കയറി ഇരുന്നോളൂ എന്ന്. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഇരച്ചുകൊണ്ട് വന്നു ഷെയ്ഖിന്റെ വീട്ടിലേക്ക്. അങ്ങനെ ഷെയ്ഖ് വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ മന്ത്രിയെ വീട്ടിന്റെ ഉള്ളിൽ കൊല്ലാൻ ജനങ്ങൾ പിന്നാലെ കൂടുന്ന ഇയാളെ രക്ഷപ്പെടുത്താൻ അഭയം കൊടുത്ത ഷെയ്ഖ് എന്ത് ചെയ്തു? ഈ മഹാനായ ആലിം എന്ത് ചെയ്തു? ഫഖറജ ഷെയ്ഖു മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. وقال مرة واحدة يا الله، وقال مرة واحدة يا الله. അല്ലാഹ് എന്ന് പറയുമ്പോൾ അതിനാലുണ്ടാകുന്ന സ്വാധീനം വിശദീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഷെയ്ഖ് വീട്ടിന്റെ പുറത്തേക്ക് വന്നു, മന്ത്രിയെ ഉള്ളിലിരുത്തി അഭയം കൊടുത്തു. യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഫഹറബു ജമീഅ ഫഹറജു ജമീഅ ഫഹറബു ജമീഅ. ഇത് കേട്ട് നിന്ന ജനങ്ങൾ മുഴുവൻ പേടിച്ച് പുറത്തേക്ക് ഓടി. ഒരൊറ്റ വാക്ക്, എന്ത്? യാ അല്ലാഹ് യാ അല്ലാഹ്. അത് പറഞ്ഞ് ഷെയ്ഖ് പുറത്തേക്ക് വന്നതോടുകൂടെ ഫഹറബു ജമീഅൻ, എല്ലാവരും പേടിച്ചോടി. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫൻളുർ, ഇനി മനുഷ്യൻ നീ ചിന്തിക്ക്. ഈ വാസ്തവമായ ഒരു സംഭവം, ചരിത്രത്തിലെ ഒരു വാസ്തവമായ സംഭവമാണ്. ഇനി നീ ചിന്തിക്ക്. അന്നഹും ഇദാ ദക്കറുല്ലാഹ തൽഹറു ആസാറുൻ അജീബ. അവരൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ, ഏത് വാക്ക്? അല്ലാഹ്. അല്ലാഹു ഖൽബിലുള്ളവൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് സ്വാധീനമുണ്ട്. ആസാറുൻ അജീബ, അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ അതിനുണ്ടാവും. അത്ഭുതകരമായ, അതായത് ആ കേട്ടവരൊക്കെ ഹറബു, പേടിച്ചോടി. അല്ലാഹ് കേവല വാക്കല്ല, ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹ്, അല്ലാഹു ഖൽബിന്റെ ഉള്ളിൽ ഉണ്ടായിട്ട്
കേവലം തർക്കിക്കാൻ വേണ്ടി പറയുന്ന അല്ലാഹുവല്ല. ഇന്ന് നമ്മൾ ഏകദേശം ആളുകൾ തർക്കിക്കാൻ വേണ്ടി അല്ലാഹ് എന്ന് പറയുന്നു. ഖൽബിന്റെ ഉള്ളിലില്ല. തർക്കിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, ഖൽബിന്റെ ഉള്ളിലില്ല. വർത്തമാനത്തിന് വേണ്ടി പറയും, ജനങ്ങൾക്ക് വേണ്ടി പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കുക, ഖൽബിന്റെ ഉള്ളിൽ മുമ്പൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പറഞ്ഞു, എനിക്ക് താമസിക്കാനുള്ള വീടിനെ നീ ശുദ്ധീകരിക്കുക. അപ്പോൾ മൂസാ നബി ചോദിച്ചു, റബ്ബേ, നിനക്ക് താമസിക്കാൻ പറ്റിയ വീട് എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ശരിയാണ് മൂസ, ശരിയാണ്. ലൻ തസാനി അർളി വലാ സമായി വലാകിൻ യസഉനി ഖൽബു അബ്ദി. ലൻ തസാനി അർളി വലാ സമായി, എനിക്ക് പാർക്കാൻ ആകാശം മതിയാവൂല, ഭൂമി മതിയാവൂല. വലാകിൻ യസഉനി ഖൽബു അബ്ദി, എൻ്റെ അടിമയുടെ ഹൃദയം അടിമ എനിക്ക് നൽകിയാൽ അതെനിക്ക് പാർക്കാൻ മതിയാകുമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞു. സയ്യിദുനാ മൂസ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ. അല്ലാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ അർശ് എന്നാൽ ഖൽബുൽ മുഅ്മിന. ഞാൻ ഖൽബിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ ആഴ്ച കാണിച്ചെന്നു ഇല്ലേ? കാണിച്ചെന്നല്ലോ. തന്നില്ലേ? തന്നു. അൽ ഖൽബു മിർആത്തുൻ വൽ ലൗഹു മിർആത്തുൻ. ഖൽബും ഒരു കണ്ണാടിയാണ്, ലൗഹും ഒരു കണ്ണാടിയാണ്. ബൽ ഹുവ ഖുർആനും മജീദുൻ ഫി ലൗഹി മഹ്ഫൂദ്. ലൗഹ് ഒരു കണ്ണാടിയാണ്, ഖൽബ് ഒരു കണ്ണാടിയാണ്. കണ്ണാടിയുടെ നേർക്ക് പിടിച്ചാൽ ആ കണ്ണാടിയിലുള്ളതെല്ലാം ഈ കണ്ണാടിയിലുണ്ടാവും, ഈ കണ്ണാടിയിലുള്ളതെല്ലാം ആ കണ്ണാടിയിലുണ്ടാവും. അപ്പോൾ പിന്നെ ആ കണ്ണാടി, ആ ലോഹിലുള്ളത് ഇവിടെ നിന്ന് വായിക്കാൻ അബ്ദിന് പ്രയാസം ഉണ്ടാവില്ല. അബ്ദിന്റെ ബസീറത്ത് കൊണ്ട് കൽബിലേക്ക് ഇങ്ങനെ നോക്കും, വായിക്കും. കൽബിൽ എന്തൊക്കെ ഉണ്ട്, ലോഹിൽ എന്തെല്ലാം ഉണ്ട്, അതെല്ലാം എവിടെ ഉണ്ട്? പറ. കൽബിലുണ്ട്. കൽബ്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ അർശാണ് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, പുറത്തു വരേണ്ട ഖൽബിൽ നിന്ന് അല്ലാഹു എന്ന കലിമത്ത് പുറത്തു വന്നാൽ അതിന് അഥറുണ്ടോ? മുഅ്മിനെ ചിന്തിക്ക. അല്ലാഹ് എന്ന് പറയൽ ഇന്ന് കൂടിയിട്ടുണ്ട്, അല്ലാഹ് എന്ന് പറയും. പക്ഷേ അത് ഖൽബിന്റെ ഉള്ളിലില്ല. ഖൽബിന്റെ ഉള്ളിൽ വേണ്ടേ? നബി എന്തിനാ വന്നത്? അല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാനല്ല, അല്ലാഹു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഖൽബിനെ ശുദ്ധീകരിക്കണം. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കി. ശുദ്ധീകരിക്കും. മനസ്സിലായില്ലേ? ഓതലല്ല, ശുദ്ധീകരിക്കും. അവരുടെ നഫ്സിനെ ശുദ്ധീകരിച്ചു. അവരുടെ സ്വഭാവത്തെ അവർ ചേഞ്ച് ആക്കുകയും ചെയ്തു. അപ്പോൾ റഹ്മാനായ റബ്ബ് ആവശ്യപ്പെട്ട സ്വഭാവം അവർക്ക് കിട്ടി. അപ്പോൾ പിന്നെ റഹ്മാനായ റബ്ബിന്റെ കലിമത്ത് അവരെ ഖൽബിൽ പതിഞ്ഞു. അപ്പോൾ അവർ നാവ് കൊണ്ട് അല്ലാഹ് എന്ന് പറയുകയല്ല, അവരെ ഖൽബ് കൊണ്ട് അല്ലാഹു എന്ന് പറയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ അല്ലാഹ് എന്ന് പറഞ്ഞ തെറ്റീരുണ്ടായത്? എന്തുകൊണ്ടാണ് തെറ്റീരുണ്ടായത്? തെറ്റീറുണ്ടായി. പഴയ കാലത്ത് മരം കയറ്റുന്ന ആളുകൾ അല്ലാഹ് എന്ന് പറഞ്ഞ മരം കയറ്റും, മരപ്പണി എടുക്കും, വലിയ വലിയ ലോറിന്റെ മുകളിലേക്ക്. ഈ ബെയ്ത്തല്ല, ഈ ബെയ്ത്തിൽ കയറ്റും. അങ്ങനെ കുറച്ച് ബെയ്ത്തുകളുണ്ട്, മനസ്സിലായില്ല നിങ്ങൾക്ക്? മരം കയറ്റ, വലിയ വലിയ മരം, ആനക്ക് പിടിക്കാൻ കൊല്ലാത്ത മരത്തിന് കയറിട്ട് കെട്ടിയിട്ട് ലോറിൻ്റെ മേലെ ആള് നിൽക്കും, എന്നിട്ട് താഴെ നിന്ന് കയറ്റും. നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ടൂരുണ്ടാവുമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? പറയേ. ഇത് കെറ്റി തോള് കെറ്റി കെട്ടും. മറ്റോരോ വലിയ ആനക്കയറുകൊണ്ട് മേലെ പിടിച്ചു വലിക്കും. ഇത്ര സംഭവം, ഇത്രേ. കളവണ്ടി കെട്ടിപ്പോവും. വലിയൊരു കുന്നോ മലയോ വന്നാൽ രണ്ട് ചക്രത്തിന്റെ അവിടെ ആളുകൾ തോൾ വെക്കും. എന്താ ഒരു ചൊല്ലുക? അല്ലാഹ്. മനസ്സിലായില്ലേ? ഒരു അപകടത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ചൊല്ലും. അതിന് അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. വലിയ വലിയ ചരക്ക് ലോറി തോണി കയറ്റും. ആ തോണി ചാലിയാറിലൂടെ അങ്ങനെ കൊണ്ടുപോകും.
ഒരു ലോറി കൊള്ളുന്ന അത്ര മരം എന്ത് ചെയ്യും? കെട്ടും. കെട്ടിയിട്ട് നേരെ ചാലിയാറിൽ ഇറക്കും. ഒരാളും ഒരു കൈക്കോലും. എന്നിട്ട് അല്ലാഹ് നേരെ കല്ലയിലേക്ക് പോകും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. കണ്ടവരില്ലേ? പറയേ എത്ര എവിടെയെങ്കിലും ചായപ്പീടി ഉണ്ടോ? അക്കാലത്ത് പുഴയുടെ കരയിലാണ് പ്രധാനപ്പെട്ട ചായപ്പീടിയ. നമ്മളാ ഇരവഞ്ഞിപ്പോയിൻ്റെ ഒക്കെ ആ ഭാഗത്ത് അല്ലേ, എവിടെയാ മുക്കത്തിന് അവിടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അരീക്കോട് ഇങ്ങോട്ട് വരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു മുക്കത്ത് മാറ്റമലി. എന്ത് ചെയ്യും? അവിടെ തൽക്കാലം നേരെ ചായപ്പീടി കണ്ട മരം ഒന്ന് കിട്ടും, ചായ കുടിക്കും, പിന്നെ ഇറങ്ങിപ്പോവും. ഒരു ലോറി കൊള്ളുന്ന മരം കൊണ്ടുപോവാ. എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഒരു ലോറി കൊണ്ടുപോകേണ്ട മരം കല്ലേ കൊണ്ടുപോവാ. ഒരാള് ഒരു കൈക്കോൽ. എന്താ കലിമത്ത് അല്ലാഹ്? എന്റെ കാരണം സക്കവും പുസവും നഫ്സിനെ ശുദ്ധീകരിച്ചു. എവിടെയും കിട്ടിയില്ലെങ്കിൽ ആ മരത്തുമൽ നിന്നിട്ട് തന്നെ ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. ഇല്ലേ? നല്ല സൗകര്യം കിട്ടിയാൽ അവിടുന്ന് ഒരു ദുഹാ നിസ്കരിക്കും, അവിടുന്ന് നിസ്കരിക്കും. മരം ഇങ്ങനെ അട്ടിയായിട്ട് കയറുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ? അയിമൽ മുണ്ടടി വിരിക്കും, അവിടെ നിസ്കരിക്കും. ഇല്ലേ? പറയ എത്ര ഇതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കണ്ടവരല്ലേ? ഈ കുട്ടികൾ വലിയതായ പറഞ്ഞാൽ ഉണ്ടാവാൻ സമ്മതിക്കൂല. നമ്മൾ കണ്ടല്ലേ. എന്തേ കാരണം? അവർ സക്കവും അവരുടെ നഫ്സിനെ അവർ ശുദ്ധീകരിച്ചു. അവരുടെ സ്വഭാവത്തെ അവർ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു. ഏതൊരു കാര്യത്തിനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതെങ്കിലോ ആ കാര്യം അവരിലൂടെ പ്രാവർത്തികമായി. എന്തുകൊണ്ട്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീം. ആയത്തുകൾ തർക്കിക്കാൻ വേണ്ടി ഓതുകയല്ല, വയുസക്കീം അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ആയത്ത് തർക്കിക്കാൻ വേണ്ടിയാണ്. തർക്കമില്ലാത്തൊരു പരിപാടിയില്ല. എല്ലാ തർക്കം ഒന്നും പറയാൻ കഴിയില്ല. തർക്കത്തിൽ രക്ഷപ്പെടുത്താൻ ഒന്നിനെയും കഴിയില്ല. ഒരു കാര്യം തർക്കത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? തർക്കിക്കാൻ വേണ്ടി ആളുകൾ ഒരുങ്ങിയിരിക്കും. ഒരു നന്മയും സ്വീകരിക്കൂല. ഒരു നന്മയും സ്വീകരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞു പറയും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആനിലെ മുഴുവനും ആയത്ത് കൂടി വേണ്ട എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ അടുത്ത കാലത്തുണ്ടാവും. നിങ്ങൾ എഴുതിച്ചോളൂ. റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതിച്ചു. അപ്പോൾ മുഅ്മിനീൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മനുഷ്യന്, ഒരു അബ്ദ് അവന്റെ കാര്യം അല്ലാഹുവിൽ ഏൽപ്പിക്കണം. മുതു ഖബ്ല അൻ തമൂതു എന്നുള്ള വാക്കിന് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുവീൻ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഹദീസിന്റെ വ്യാഖ്യാനം പറഞ്ഞുതരാം. മഹാനായ നജ്മുദ്ദീൻ തങ്ങൾ റളിയല്ലാഹു അടക്കമുള്ള നജ്മുദ്ദീൻ അൽ കുബ്ര അടക്കമുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തിയ ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുവീൻ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഈ മൗത്ത് എന്നാൽ? അൽ മൗത്ത് ബിഗൈരി ഇറാദ. മൂതു ഖബ്ല അൻ തമൂതു എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് ബിഗൈരി ഇറാദക്ക് മുമ്പ് അൽ മൗത്ത് ബിൽ ഇറാദ. നിങ്ങൾ ഉദ്ദേശിക്കാതെ നിങ്ങൾ മരിക്കും. അതാണ് മരണം. അതാണ് ഇസ്രായേലിന്റെ മരണം. അതിനു മുമ്പ് നിങ്ങൾ ഉദ്ദേശിച്ച് മരിക്കണം. ആത്മഹത്യ എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങളുടെ എല്ലാ സുഖങ്ങളെയും അല്ലാഹു ഇഷ്ടപ്പെടാത്തൊക്കെ നിങ്ങൾ കട്ട് ചെയ്തതിൽ നിങ്ങൾക്കൊരു മരണമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ജീവിതത്തിന്റെ സന്തോഷം ആനന്ദാണല്ലോ അല്ലേ? ചിന്തിക്ക് എന്തും ആനന്ദമാണ്. അത് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിനെ പറ്റി അറിയൂല. കണ്ണുകൊണ്ട് ഞാൻ ആനന്ദിച്ചിരുന്നു എന്ന് അറിയുന്നത് കണ്ണ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. അപ്പൊ കണ്ണെന്തിനാ? ആനന്ദത്തിനാ. പല്ലെന്തിനാ? ആനന്ദത്തിനാ. ജീവൻ കിടക്കാൻ പല്ലിന്റെ ആവശ്യമില്ലാത്തൊരു ആനന്ദമാണ്. ജീവൻ കിടക്കാൻ പല്ലിന്റെ ആവശ്യമില്ല. തൽക്കാലം കുത്തിപ്പൊട്ടിച്ചും ഒക്കെ ഇങ്ങനെ കഴിക്കും. പക്ഷേ ഇനി അതിൻ്റെ പല കോലത്തിലാക്കിയിട്ടും പഞ്ഞിയാക്കിയിട്ടൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കാം. പക്ഷേ പല്ലുണ്ടെങ്കിൽ അതിൻ്റെ സുഖ, അതൊരാനന്ദ, അത് റായത്ത, അതുകൊണ്ടുണ്ടാവുന്ന സൽഫലങ്ങൾ അറിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്ത് ചെയ്യും? ആനന്ദമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം. ആനന്ദ. ബീഡി വലിക്കുന്നവന് ബീഡി വലി ആനന്ദ. അപ്പോൾ അതിന് കട്ട് ചെയ്തു, അതൊരു മരണ. ആ സുഖം അവസാനിച്ചു. മനസ്സിലായോ പറഞ്ഞത്?
നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കുകയും. അപ്പൊ ഇവിടെ എന്തായി? അവന്റെ ഹവയെ അള്ളാഹുവിന്റെ താല്പര്യത്തിലേക്ക് മാറ്റി. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാകൂല ഹത്താ തകൂന ഹവാഹു തബഅൻ ലിമാ ജീതു ബിഹി, അവന്റെ ഹവ ഞാൻ കൊണ്ടുവന്നതിനോട് പിന്തുടരില്ലാകുന്നത് വരെ. മനസ്സിലായില്ല? നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. ഹത്താ തകൂന ഹവ, ഹവ എന്നാൽ മനസ്സിന്റെ അഭിഷ്ടം, ഏറ്റവും വലിയ ഇഷ്ടം ആണ് ഹവ. മനസ്സിലായില്ലേ? ആ ഹവ തബഅൻ ലിമാ ജീതു ബിഹി, അവന്റെ മനസ്സിന്റെ ആനന്ദം ഞാൻ കൊണ്ടുവന്നതിലാകണം. പക്ഷെ അപ്പോഴത്തേനും വലിയ പണിയെടുക്കേണ്ടി വരും. എന്തുകൊണ്ട്? നഫ്സിനെ ശുദ്ധീകരിച്ചാൽ അല്ലാഹു എന്ന വാക്കിന് ഒരു തഫ്സീർ ഉണ്ടാവും. ആ ശുദ്ധീകരിക്കൽ എങ്ങനെയാണ് അപ്പൊ ഈ പറയുന്നത്? തന്റെ ഹവയെ കളയുക. നഫ്സ് കത്തുഫിലി, ഒരു കുട്ടിയെ പോലെയാണ്. മനുഷ്യന്റെ ശുദ്ധീകരിക്കാത്ത നഫ്സ് ഒരു കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിറല്ലാഹി, സൗകര്യം ചെയ്തു കൊടുത്താൽ ഉമ്മയുടെ മുല അങ്ങനെ ഊറ്റി ഊറ്റി കുടിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞ് വലുതാവും. ശബ്ബ, യുവാവോ. മനസ്സിലായില്ല? ഉമ്മ സൗകര്യം ചെയ്തു കൊടുത്താൽ ഉമ്മായുടെ മുല കുടിച്ചുകൊണ്ടേ കുട്ടി വളരും. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? അങ്ങനെയാണ്. നഫ്സ് കത്തുഫിലി, ഒരു കുട്ടിയെ പോലെയാണ്. ഒരു മനുഷ്യന്റെ ശുദ്ധീകരിക്കാത്ത നഫ്സ് കത്തുഫിലി, കുട്ടിയെ പോലെയാണ്. എവിടെയുണ്ട് ഈ വരി? ബുർദയിലുണ്ട്, ബുർദയുടെ തുടക്കത്തിലുണ്ട്. ഒരു നഫ്സ്, ഏതൊരു മനുഷ്യന്റെ നഫ്സ് ശുദ്ധീകരിക്കാത്ത നഫ്സ് കത്തുഫിലി, ഒരു കുട്ടിയെ പോലെയാണ്. ആ കുട്ടിക്ക് നീ സൗകര്യം ചെയ്തു കൊടുത്താൽ ശബ്ബ, അത് യുവാവായി വളർന്നു വരും. അലാ ഹുബ്ബിറല്ലാഹി, മോന്റെ മോനെ അങ്ങനെ കുടിച്ചുകൊണ്ട് തന്നെ. എപ്പോഴെങ്കിലും ഉമ്മ അടിച്ചൊഴിവാക്കിയാലോ എമ്പത്തിമി മുറിയും ചെയ്യും. 2 വയസ്സിൽ ഉമ്മ 2.5, 3 ഒക്കെ ആയപ്പോ ഉമ്മ മല കൊടുത്തു, കുട്ടി അങ്ങനെ കുടിക്കും. 3.5 മല കൊടുത്തു, കുട്ടി കുടിച്ച്. 4 മല അപ്പോഴും കുടിച്ച്. 4 മല കൊടുത്തു, അപ്പോഴും കുട്ടി കുടിച്ച്. 5 മദ്രസ പോകാനായി കുടിച്ച്. സ്ലേറ്റും മുക്കും കൊണ്ട് മദ്രസയിൽ പോയി കുട്ടി തിരിച്ചു വരിക. എന്നാൽ ആദ്യം കുട്ടിക്ക് വേണ്ടി വരിക ഉമ്മാന്റെ മുല ഇമ്പലായിരിക്കും. എന്തുകൊണ്ട്? സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ പോവും. ആ രസം കഞ്ഞിക്കുണ്ടാവില്ല. പിന്നെ അത് ഒഴിവാക്കിയ പിന്നെ കിട്ടുന്ന കഞ്ഞിയ. നീ കഞ്ഞി അപ്പൊ കുടിക്കാൻ തോന്നൂല. എന്തുകൊണ്ട്? കഞ്ഞി ഇതും തമ്മിൽ ലതത്തിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാകാതെ അങ്ങ് ഉണ്ടാതിരിക്കണമെന്നും എനിക്കറിയൂല. മനസ്സിലായിട്ടുണ്ടാതിരിക്കാന്ന് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഉമ്മാന്റെ മുലപ്പാലിന്റെ രസം എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ടില്ല രാവിലത്തെ കഞ്ഞിക്കും ചമ്മന്തിക്കും ഇല്ലല്ലോ. മദ്രസയിൽ നിന്ന് വിട്ട് വന്നിട്ട് കുട്ടി ഇത് ഒഴിവാക്കിയ കുട്ടിക്ക് കിട്ടുന്ന എന്താ? കുട്ടിന്റെ ഏട്ടന്മാരും ഏട്ടത്തിയാളും കുടിക്കുന്നത് അതെന്താ? കഞ്ഞിയും ചമ്മന്തിയും. ഈ രസം അതിനില്ല. അതോട് കുട്ടിയിലേക്ക് പോകൂല. ഏതുവരെ? ഒറ്റ കൈ മടങ്ങി ഉമ്മാന്റെ മുലയിലേക്ക് വരണോ ചുണ്ടും കൊണ്ട് വരുന്നോട് 2 ചുണ്ടും അടക്കിയിട്ട് ചുണ്ടു പല്ല് കൂട്ടിയ ഒരറ്റ അടിയാണ് കിട്ടിയപ്പോൾ ചുണ്ടട് പൊട്ടി, ലേശം ചോര പൊടിഞ്ഞും ചെയ്ത് പിന്നെ വൈക്കോട്ട് വരൂല്ല. പോത്തിന് എത്ര വലുപ്പമായിട്ട് ഇനി ഞാൻ ഇന്ന ഈമ്പനാണോ കഴിഞ്ഞ്. നഫ്സ് പിറ്റേന്ന് മുതൽ മുലയൊക്കെ വരൂല. പിറ്റേന്ന് കഞ്ഞിയുടെ രസം ശീലിച്ചു തുടങ്ങും. പിന്നെ കഞ്ഞല്ലാതെ രസം ഉണ്ടാവില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? മനസ്സിലായോ? അവിടുന്ന് ഇങ്ങോട്ട് പൊറാട്ട, ഇറച്ചി പൊറാട്ടയും രാവിലെ തിന്നണോണ്ട് അതന്നെ രസം. അവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഇതന്നെ മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ എന്ത് വേണമെന്നറിയോ? ഇവിടെ ആ ലദ്ദത്തിനെ ഖത്ഈ ചെയ്യണം. ആർക്ക് വേണ്ടി? ലില്ലാഹ്. ഓരോരുത്തരും അകപ്പെട്ട ഭൗതികമായ താല്പര്യങ്ങളുണ്ടോ? അതാണ് ഞാൻ എന്റെ കാര്യം അള്ളാഹനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ താല്പര്യത്തിൽ നിന്ന് മാറി ആരെ താല്പര്യത്തിലായി? പറയാൻ എളുപ്പാ. പറഞ്ഞാലോ നിങ്ങൾ വേഗം അള്ളാഹ്, അത് പറയാൻ എളുപ്പാ. ആയി കിട്ടാൻ കുറച്ച് പണിയാ. ഇതിനെല്ലാം ഇതിന് വളരെ മരിക്കുന്നതിന് മുമ്പ് മരിക്കേണ്ടി വരും. ചിന്തിക്കണം. ഒരു മനുഷ്യൻ അതിലേക്ക് എത്തിക്കഴിഞ്ഞാലോ പിന്നെ നല്ലോണം ചിന്തിക്കണം. ഇങ്ങോട്ട് നോക്കണേ ഹദീസ് ഇങ്ങോട്ട് നോക്കണേ. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല ഹത്താ തകൂന ഹവാ. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ഇഷ്ടം. തബഅൻ, അവന്റെ ഇഷ്ടം പിന്തുടരലാകണം.
എന്തിനെ? ലിമാ ജീത്ത് ബിഹി, ഞാൻ കൊണ്ടുവന്നതിനോട്. ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ട് പിന്നെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പുതപ്പെടുത്ത് മാറ്റി പള്ളിയിലേക്ക് കൂടി, അത് രസമായതുകൊണ്ടാണോ? തിരിഞ്ഞിട്ടില്ല, രസമായതുകൊണ്ടല്ല. പക്ഷെ രസമായി മാറും. പള്ളി പോയിട്ടില്ലെങ്കിൽ പിന്നെ ചൊറിച്ചിൽ വരുന്ന ഒരവസ്ഥ ഉണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അങ്ങനെ എല്ലാ കാര്യം പള്ളിക്ക് പോക്ക് മാത്രമല്ല, തന്റെ സമ്പാദനത്തിൽ, തന്റെ താല്പര്യത്തിൽ, തന്റെ അഖ്ലാഖിലെല്ലാം അവന്റെ ഹവയായി മാറുന്നത് വരെ ഞാൻ കൊണ്ടുവന്നതിനോട് പൂർണ്ണമായി അവന്റെ ഹവ താബിയാകണം, അല്ലാതെ ഒരാൾ മുഅ്മിനാവുകയില്ല. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അതിനെന്തു വേണം? ഒരു മനുഷ്യന്റെ ഹവ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതിനോട് അവന്റെ ഹവ താബി ആകണമെങ്കിൽ എന്തു വേണം? ചില കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ അവന്റെ ഹവ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതിനോട് താബി ആവുകയില്ല. ഒന്നെന്താ? ഒന്ന് തൗബ വേണം. ഒന്ന് തൗബ വേണം. എന്താണ് ഈ തൗബ? ഒരാൾ അള്ളാഹുവിൽ അങ്ങോട്ട് അള്ളാഹു എന്ന് പറയുന്ന ആനന്ദം അവൻ അനുഭവിക്കണമെങ്കിൽ ഒന്നാമതായി തൗബ ചെയ്യണം. എന്താ തൗബ? ഭൗതികമായി അവനെ പിടിച്ചു നിർത്തിയ സകലമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവൻ തയ്യാറാകണം. ഒന്ന് രണ്ടൊന്നല്ല, നല്ല ചിന്തിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മളെ അവസ്ഥ ഞാൻ പറയാം. അള്ളാഹു എന്നതിൽ നമുക്ക് ആനന്ദം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ നല്ല ചിന്തിക്കണം കേട്ടോ. ഈ പറയുന്നത് നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഉദാഹരണം അതിന് മതിയാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ആനന്ദം കിട്ടാതിരിക്കാനുള്ള കാരണം ഞാൻ പറയാം. കാരണം ചിന്തിക്കുക, ഒരു 10 ഓട്ടയുള്ള ഒരു കീസ്, ഒരു 10 ഓട്ടയുള്ള ഒരു കീസ്, അല്ലെങ്കിൽ 10 ഓട്ടയുള്ള ഒരു പാത്രം. ആ പാത്രത്തിൽ നമ്മൾ വെള്ളം നിറച്ചു. അപ്പോൾ എന്തായി? വെള്ളം പുറത്തുപോയി. മനസ്സിലായോ? വലിയ ഓട്ടയെ നമ്മൾ കണ്ടു, അതടച്ചു. അപ്പൊ നമ്മൾ സന്തോഷിച്ചു, ദാ ഓട്ടടച്ചു, ഇനി വെള്ളം ഉണ്ടാവും, കുഴപ്പമില്ല. വളരെ സൂക്ഷ്മമായ 9 സുഷിരങ്ങൾ ഇനിയും ബാക്കിയ. ഒരു കാലത്തും വെള്ളം നിൽക്കില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇനി ഇതിനപ്പുറം ഉദാഹരണം എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മളിപ്പോൾ എന്താണെന്ന് അറിയാം, നമ്മൾ തൗബ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തൗബ എവിടെയെന്നറിയോ? വലിയ ഓട്ട നോക്കി നടക്കും. അതിൻ്റെ താഴെ ചെറിയ ചെറിയ ഓട്ട എത്ര ഉണ്ട്? 9 ഉണ്ട്. മനസ്സിലായോ? 25 ഓട്ട ഉണ്ടായിരുന്നു, ഒരു ഓട്ട വലിയതായിരുന്നു, 2 3 ഓട്ട വലിയതായിരുന്നു. അതണ്ട് അടച്ചു. എന്നിട്ട് നമ്മൾ സമാധാനം, അൽഹംദുലില്ലാ, ഇനി ഏതായാലും പാർന്ന് വെച്ചാൽ വെള്ളം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? 22 ഓട്ട, 3 ഓട്ട അടച്ചുള്ളൂ, 22 ഓട്ട ഇനിയും ബാക്കിയാ. ഇതന്നെ നമ്മളെ കുഴപ്പം. ഈ 3 ഓട്ട അടക്കണതോടുകൂടി നമ്മളെ ശൈത്താൻ സമാധാനിപ്പിക്കും. ഈ സാലിയായിട്ടുണ്ട്, ഇത് വലിയ ആളാണ്, ഇത് വലിയ ഔലിയാണ്, ഇപ്പം എല്ലാവരും എന്നെ ഇങ്ങോട്ട് മാലിട്ട് തരണം. അങ്ങനത്തെ നമ്മളെ കണ്ട് ഒരാൾ സലാം പറഞ്ഞ് കൈ പിടിച്ച് മുട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നോട് ദേഷ്യം. അങ്ങനെയൊക്കെ സാലിയായിട്ടും എന്താ എൻ്റെ കൈ പിടിക്കാത്ത? നിങ്ങളിൻ്റെ കൂടെ എന്താ? സ്റ്റേജിലുള്ളവരും സ്റ്റേജിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ സ്റ്റേജിലുള്ള ഒരാൾക്കാണ് കൂടുതലും അള്ളാൻ്റെ വല്ലഭ വരാനുള്ള സാധ്യത. കാരണം അവർ ഓട്ട അടക്കാതെ തന്നെ ജനങ്ങൾ അവരെ ബഹുമാനിക്കുന്നതായി അവർക്ക് ബോധ്യപ്പെടും. സ്റ്റേജിന് താഴെയുള്ള ആളുകളെ ആരും ബഹുമാനിക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും നന്നായിട്ടില്ലല്ലോ എന്നവർക്ക് തോന്നും. ഞാനിങ്ങനെ ഒരു മഹാനായ ഞാനാകാനുള്ള കാരണം, ഞാനിങ്ങനെ ദ്വാരുന്ന ഒരു ദിവസം എനിക്കാണ് മനസ്സിലായി ഇങ്ങനത്തെ ഒരു കുറ്റം എൻ്റെ അടുത്തുണ്ട്. ഞാൻ അതോടുകൂടെ പെണ്ണുങ്ങളോട് പറഞ്ഞു, അത് ഞാൻ ഇന്ന് ഒഴിവാക്കുക, അൽഹംദുലില്ലാ അത് ഒഴിവാക്കിയാൽ നന്നാവും ഓളും പറഞ്ഞു. ഞാനതാണ്ട് ഒഴിവാക്കി. അന്ന് മുതൽ ഞാനാണ് നന്നായി. ഇപ്പം അൽഹംദുലില്ലാ ഞാൻ അങ്ങനത്തെ നന്നായ ഞാനായി മാറി. ഇങ്ങനൊരു ബഹുമാനപ്പെട്ട ഞാനാകാനുള്ള കാരണം ഞാൻ അതുകൊണ്ട് ഒഴിവാക്കിയതാ. 99 ഓട്ട ബാക്കിയ. അതിൽ വെള്ളം പോണത് ചോരിന് കാണൂല. പഴയ കാലത്ത് പറയും, മനസ്സിലെ കടുക് ചോരിനെ കാണും, ആന ചോരിനെ കാണൂല. ആന ചോരിനെ കാണണ്ട, ആന ചോരിനെ ആരെങ്കിലും കാണും, കടുക കാണുന്നുണ്ട്. മനസ്സിലായില്ല? ആന ചോരിനെ ആരെങ്കിലും കാണും. ആനകൾ പോവുകയാണെങ്കിൽ അടയാളം ഉണ്ടാവും, കടുക് പോകുമ്പോൾ അടയാളം ഉണ്ടാവില്ല. അപ്പൊ നാട്ടുകാർ പറയും നിങ്ങൾ ആന പോയിട്ടുണ്ട്, നിങ്ങൾ കടുക് പോയി എന്ന് ആരും പറയില്ല.
മനസ്സിലായോ? നമ്മൾ ആന ചോരണ നോക്കിയ ഒരൊറ്റ അടവടച്ച് ആട് കെട്ടി പിന്നെ 99 വാക്കിയ അപ്പോഴും നമുക്ക് എന്തുണ്ടായിട്ടില്ല. നമ്മുടെ എവിടെയൊക്കെയാണോ ഓട്ട കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? ഇത് ചിന്തിക്കണം.